ശ്രീ മോഹൻ വർഗീസ്, ഒരു സർക്കാരിനെ വിലയിരുത്താനുള്ള സമയമായിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ ഉറപ്പായും ഇല്ല. പക്ഷേ ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി അദ്ദേഹം പോയ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു, ഈ സർക്കാർ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു, ഇപ്പോഴെങ്ങനെയാണ് എന്നത് വളരെ പ്രകടമായി തന്നെ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ ഉദാഹരണമായി കാണുകയാണ്. ശ്രീ രാജു പി നായർ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളെ നോക്കി, അല്ലെങ്കിൽ അവർ ഏത് സ്ഥാപനമാണെന്ന് നോക്കി നിലപാട് സ്വീകരിക്കുന്ന നയം അത് എത്ര കണ്ട് ശരിയാണ് എന്നുള്ളതാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പോലും വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ആ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഒരു പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യത്തിനോട് ഡെസ്കിൽ അടിച്ച് എഴുന്നേറ്റ് പോകുന്നത്. ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ പുറത്താക്കി വാതിലടക്കൂ എന്ന് പറയുന്നത്. പക്ഷെ അതും കടക്ക് പുറത്തും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അസിത, നിലപാടുകളുടെ രാജകുമാരൻ എന്ന മേൽപ്പട്ടം അണിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മേലങ്കി അണിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിപ്പെട്ട വി.ഡി. സതീശൻ, അദ്ദേഹം ഇപ്പോൾ ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തൻ്റെ നിലപാടുകളിൽ നിന്നും പിന്നാക്കം പോയിട്ടുണ്ടോ, മലക്കം പറഞ്ഞിട്ടുണ്ടോ എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ഒന്ന്, വ്യക്തിപരമായി വി.ഡി. സതീശൻ എന്ന വ്യക്തി മുൻപ് പറഞ്ഞ ആ നിലപാടുകളുടെ ആ ഒരു നൈർമല്യം, കാർക്കശ്യവും അതേപോലെ നൈർമല്യവും അത് സ്വന്തം ജീവിതത്തിൽ മുഖ്യമന്ത്രി പദത്തിലെത്തിയപ്പോൾ അത് കാട്ടാനാവുന്നുണ്ടോ എന്ന ചോദ്യം. മറുവശത്ത് ഒരു ഗവൺമെൻറ്റിൻ്റെ തലവൻ എന്ന നിലയിൽ എത്രത്തോളം ജാഗ്രതാപൂർവമായ നിലപാടുകളുടെ കാര്യത്തിൽ എത്രത്തോളം ജാഗ്രതാപൂർവമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം അതിലേക്ക് ആദ്യം വരുന്നു. ഒരു ഗവൺമെൻറ്റിൻ്റെ തലവൻ, മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു 4 ഡയമെൻഷണൽ നിലപാടാണ് സതീശിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഒന്ന് ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷനാണ്. അതായത് ഈ അഡ്മിനിസ്ട്രേഷനുമായി നേരിട്ട് ബന്ധമില്ലാത്ത എന്നാൽ രാഷ്ട്രീയമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണല്ലോ കോൺഗ്രസ്. അപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ നിലപാട് അത് കടുത്ത BJP വിരുദ്ധതയിൽ അല്ലെങ്കിൽ കേന്ദ്ര വിരുദ്ധതയിൽ കെട്ടിപ്പടുത്ത ഒരു വോട്ട് ബാങ്കും ഒരു ജനാധിപത്യ പ്രക്രിയയുമാണ്. അതിൻ്റെ ബെനിഫിറ്റ് ആവോളം അനുഭവിച്ചു. ഒരു പരിധിവരെ മൈനോറിറ്റി കൺസോളിഡേഷൻ ഉൾപ്പെടെ അനുഭവിച്ചത് BJPയെ രാഷ്ട്രീയമായി തീണ്ടാപ്പാടകലെ നിർത്തി നേടിയെടുത്തതാണ്. അവിടെ ഇപ്പോഴും ഏതാണ്ട് ആ നിലപാട് അതിൽ ചെറിയ മയം വരുത്തിയോ എന്നതാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോയി കണ്ടതിന് ശേഷം തിരിച്ചു വന്ന് അതിശക്തമായി പ്രധാനമന്ത്രി ആക്രമിച്ചില്ല? അത് സതീശൻ ചെയ്തില്ല. ഒരു നയപരമായി അവിടെ നിന്നു, തന്ത്രപരമായി നിന്നു. ഒന്നും തന്നെ സൗഹാർദ്ദപരമായിരുന്നു ആ കാഴ്ച എന്ന് മാത്രം പറഞ്ഞിരുന്നു. അവിടെ രാഷ്ട്രീയമായി ഒരു എടുത്തുചാട്ടത്തിന് വി.ഡി. സതീശൻ മുതിർന്നില്ല എന്ന് പറയാം. രണ്ടാമത്തെ സാമ്പത്തികമാണ്, വളരെ നിർണായകമാണ്. വി.ഡി. സതീശൻ ധനകാര്യ മന്ത്രി കൂടിയാണ്, തുറമുഖങ്ങളുടെ വികസനം, തുറമുഖങ്ങളുടെ മന്ത്രി കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് തീരദേശത്തിൻ്റെ തുറമുഖങ്ങളുടെ വാട്ടർവേയുടെ എല്ലാം നയപ്രഖ്യാപനമാണ് ഇന്ന് ഗവർണർ നിയമസഭയിൽ വായിച്ചത്. അപ്പോൾ ഇതിനൊക്കെ അനുരൂപമായ രീതിയിൽ പണം കണ്ടെത്തണം. കേന്ദ്രവിരുദ്ധതയൊന്നും പറഞ്ഞിരുന്നാൽ ആ രൂപത്തിൽ പണം വരില്ല. അതുകൊണ്ട് അവിടെ ചില വിട്ടുവീഴ്ചകൾ, വഴങ്ങലുകൾ, സമവായങ്ങൾ, പാരസ്പര്യങ്ങൾ എല്ലാം വേണം. ആ സ്വരത്തിലൊരു മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനെ തീർച്ചയായും നമുക്ക് എതിർക്കാനാവില്ല. അത് പ്രായോഗികമാണ്. അത് ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്നെങ്കിൽ വന്നോട്ടെ, അന്ധമായ കേന്ദ്രവിരുദ്ധത വേണ്ട. പക്ഷെ മൂന്നാമത്തെ കാര്യം അത് അഡ്മിനിസ്ട്രേറ്റീവാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യത്തിൽ കോഓപ്പറേറ്റീവ് ഫെഡറലിസ്റ്റ് മോഡലിൽ മാത്രമേ പോകാനാവൂ. അവിടെ വി.ഡി. സതീശന് വലിയ നിലപാടൊക്കെ എടുത്തിട്ട് അഡ്മിനിസ്ട്രേറ്റീവിൽ യാതൊരു സഹകരണവും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായ CPMൻ്റെ തീട്ടൂരങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനാവുന്നൊരു അന്തരീക്ഷമല്ലല്ലോ. അപ്പോൾ അവിടെ ഒരു പൊരുത്തപ്പെടൽ ഉണ്ടായേക്കാം. പക്ഷേ കൾച്ചറലാണ് നാലാമത്തെ ഡയമെൻഷൻ. അസിത, ഈ സാംസ്കാരികമായ ഡയമെൻഷനുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഈ ദേശീയ ഗീതം പാടേണ്ട ഒരു അവസരം വന്നപ്പോൾ 2 സ്റ്റാൻസയായി വന്ദേ മാതരം ചുരുക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ ഒരു സാംസ്കാരികമായ ദേശീയത അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണെങ്കിൽ അത് നടക്കില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. കാരണം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വി.ഡി. സതീശനോ നിയന്ത്രണമില്ലാതെ പോയി എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. 6 സ്റ്റാൻസായും പാടേണ്ടി വന്നു, ആദ്യവും അവസാനവും. പക്ഷേ ഇന്നത്തെ ദിവസം ഗവർണറുടെ സാന്നിധ്യത്തിൽ 2 സ്റ്റാൻസ, അതും പോലീസ് ബാൻഡിൻ്റെ മാത്രം സംഗീതത്തിൽ അത് പാടിയപ്പോൾ ഒരു സൂചന കൊടുക്കുകയാണ്. ചില കടന്നുകയറ്റങ്ങൾ, സാംസ്കാരികമായ ചില കടന്നുകയറ്റങ്ങൾ ഒരു കേന്ദ്ര ഡയറക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിയമപരിരക്ഷ പൂർണ്ണമായിട്ടില്ലാത്തത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതിൻ്റെ ഒരു പ്രതിഫലനം. അപ്പോൾ ഈ 4 ഡയമെൻഷണൽ ഒരു നിലപാടിൽ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയോടുകൂടി മാത്രമേ മുന്നോട്ട് പോകാനാവൂ എന്ന് പരിണതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരനായ വി.ഡി. സതീശൻ അറിയാം. അതൊരു പക്ഷേ ചില ആരോപണങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തെ പ്രേരിപ്പിച്ചേക്കാം. അതാണ് വൺ സൈഡ്. മറുവശത്ത് വ്യക്തിപരമായി വി.ഡി. സതീശൻ എന്ന പൂക്കി ചീഫ് മിനിസ്റ്റർ, അങ്ങനെയാണല്ലോ പറയുക, ന്യൂജൻ ചീഫ് മിനിസ്റ്റർ, പൂക്കി ചീഫ് മിനിസ്റ്റർ, എപ്പോഴും ചിരിക്കുന്ന ഒരു റീലുകളിലൂടെ ജനഹൃദയങ്ങളിൽ വലിയ ഇടം നേടിയ, വലിയ പോരാട്ടങ്ങൾ നിയമസഭയ്ക്കകത്ത് പുറത്തുമൊക്കെ നടത്തി നല്ല പേരെടുത്ത ആൾ
നിങ്ങളോട് ആദ്യം കണ്ണിറുക്കി പറയുകയാണ്, പത്രക്കാരോട് ആദ്യം പറയും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആദ്യം നിങ്ങളോടായിരിക്കും പറയേണ്ടത്. പക്ഷേ ഇന്ന് ഏട്ടിലപ്പടി പായറ്റിലിപ്പടി എന്ന രീതിയിൽ ഇന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അസഹിഷ്ണുതയോടുകൂടി ആ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോവുകയും അവസാനം ഇറങ്ങിപ്പോകും. ആദ്യം വലിയ തമാശ മട്ടിലൊക്കെ തന്നെയാണ് കേന്ദ്രവുമായി സംസാരിച്ചു. നരേന്ദ്രമോദി എന്നോട് പറഞ്ഞു ഉടനടി ചെന്ന് 12 ഇടത്ത് ഞാൻ പറഞ്ഞു 12 ഇടത്ത് റെയ്ഡ് നടത്തണം, 12 ഇടത്തും റെയ്ഡ് നടത്താൻ പറ്റി. ലൈറ്റ് വെയിനിലാണ്, എന്നാൽ ലഘൂകരിച്ച് കണ്ടു. അതിനൊക്കെ മറുപടി പറഞ്ഞു. പക്ഷേ കാര്യമായ ചോദ്യങ്ങളിലേക്ക് വന്നപ്പോൾ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന വി.ഡി. സതീശൻ, എനിക്ക് തോന്നുന്നില്ല 10 ദിവസത്തിനുള്ളിൽ ഒരു പ്രോഗ്രസ് കാർഡൊക്കെ കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ വിലയിരുത്താൻ തക്ക ഒരു സമയദൈർഘ്യം ആയി എന്ന് അസ്യത എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധമില്ല എങ്കിൽ ഓർക്കൂ, ഇത് കേരളമാണ്. കുശാഗ്ര ബുദ്ധിയോടുകൂടിയാണ് ആളുകൾ, നമ്മുടെ രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ ഇതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് എന്ത് പുറത്ത് പറഞ്ഞു, എന്ത് നിലപാട് മുൻപെടുത്തിരുന്നു, അതെല്ലാം തന്നെ ഇപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയാണ്, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കാണും. ഇപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയാണ്, എനിക്ക് ചില പരിമിതികളുണ്ട് എന്ന് പറയുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അന്ന് ചിലത് പറഞ്ഞല്ലോ. അന്ന് കാക്ക മലന്ന് പറക്കും, 98 സീറ്റിൽ കൂടുതൽ UDF ലഭിച്ചാൽ കാക്ക മലന്ന് പറക്കും, ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ അങ്ങ് രാജിവെക്കും എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു മറുപടി ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞു കാണും. അങ്ങനെ അങ്ങ് ചെയ്യാൻ പറ്റുമോ? സമാനമായ രീതിയിലാണോ കേരള സംസ്ഥാനത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പെരുമാറുന്നത് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അതുകൊണ്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, നയപരമായ കാര്യങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. കടും പിടുത്തം നല്ലതിനല്ല. കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് കേന്ദ്രവുമായി മുട്ടം വെട്ടി മുന്നോട്ട് പോകാനാവില്ല. അതാണ് യാഥാർത്ഥ്യം. അവിടെ ചില പൊരുത്തപ്പെടലുകൾ വേണ്ടി വരും. അപ്പോൾ രാഷ്ട്രീയമായി അത് പറഞ്ഞു നിൽക്കാൻ തക്ക വാഗ്ധോരണി വി.ഡി. സതീശനുണ്ട്. നിലവിൽ കേരളത്തിൽ ഏത് കോൺഗ്രസ് രാഷ്ട്രീയക്കാരൻ എടുത്താലും അവരെക്കാളെല്ലാം വാഗ്ധോരണിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഗിഫ്റ്റ് ദ ഗ്യാബിന്റെ കാര്യത്തിൽ ഏറെ തലപ്പൊക്കത്തിൽ നിൽക്കുന്നത് വി.ഡി. സതീശനാണ്. അത് പക്ഷേ മതിയാവില്ല. മാധ്യമങ്ങൾ വരുമ്പോൾ, കിഴിഞ്ഞുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ, കുത്തിയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ വാഗ്ധോരണി മാത്രം മതിയാവില്ല ഉത്തരം പറഞ്ഞു വരാൻ. അവിടെ ഗ്രൗണ്ട് റിയാലിറ്റീസ് പരിഗണിക്കേണ്ടി വരും. താൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ, ദൃശ്യമാധ്യമങ്ങളുടെ കാലഘട്ടമാണല്ലോ, മുൻപ് പറഞ്ഞ ഓരോ കാര്യങ്ങളും നിലപാടുകളും എല്ലാം തന്നെ തലനാരിഴ കീറി പരിശോധിക്കേണ്ടി വരും. ഈ വാഴ്ത്തുപാട്ടുകാരുണ്ടല്ലോ, നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വാഴ്ത്തിപ്പാടിയ ജനമുണ്ടല്ലോ, അതേ വാഴ്ത്തിപ്പാടിയ അതേ നാവ് കൊണ്ട് തന്നെ ഇതാണോ നിലപാട് എന്ന് തിരിച്ചു ചോദിക്കേണ്ട ഗതി വരും അശ്രിത. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു എലമെന്റ് ഓഫ് ഡൗട്ട് നമുക്ക് കൊടുക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.